നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് പലരും ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇന്നത്തെ വീഡിയോ. ആ ചോദ്യം ഇങ്ങനെയാണ്: റേക്കി ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സെഷൻ എടുക്കുന്നതിലൂടെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്ന്. ഇവിടെ രണ്ട് രീതിയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഉത്തരം തരേണ്ടതുണ്ട്. ഞാൻ ആക്ച്വലി ഇത് ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷനിൽ പറഞ്ഞതാണ്, പക്ഷെ അത് ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ഇതിൻ്റെ രണ്ട് വേർഷൻ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് രീതി നമുക്ക് സ്പിരിച്വലിയും പറയാം, അതല്ലാണ്ട് നമുക്ക് ഫിസിക്കലിയും പറയാം. ഓക്കെ, ഇതിൽ ഫിസിക്കലി ആദ്യം പറയാം, അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാവുക. റേക്കി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ശക്തിയാണ്. ഈ സമ്പൂർണ്ണ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന പ്രാണശക്തിയാണ്. സകലരിലും കുടികൊള്ളുന്ന പ്രാണശക്തി. ഈ സമ്പൂർണ്ണ പ്രപഞ്ചം മൊത്തം നിലനിൽക്കുന്ന മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ കോമ്പിനേഷനാണ് റേക്കി. സ്ഥിരമായി റേക്കി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പ്രായം തോന്നില്ല, അല്ലെങ്കിൽ അവർ എപ്പോഴും ഒരു ചൈതന്യം, ഒരു തേജസ് ഇവരുടെ മുഖത്തുണ്ടാവും എന്ന് പറയുന്നു. ഇവരുടെ ദേഹത്തുണ്ടാവും, അവരുടെ വാക്കുകളിലുണ്ടാവും, അവരുടെ സ്പർശത്തിലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ റീസൺ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇത് സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ശക്തിയാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഇവിടെ ഫിസിക്കലിയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ സ്ട്രെസ് മാർക്ക്, അതുപോലെ പിമ്പിൾസ്, പിന്നെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, സ്കിന്നിലുണ്ടാവുന്ന ചുളിവ്, അതായത് നമ്മുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ മീൻസ് ഒരു ഏജാണ്, ആ ഏജിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്ന സ്കിന്ന്, പിന്നെ ഹെയർ പ്രോബ്ലം, ഹെയർ ലോസ്, പിന്നെ നമുക്ക് പല രീതിയിലുള്ള ഈവൻ സ്കിൻ ടോണിലുണ്ടാകുന്ന ഡിഫറൻസ്, അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ പല പല പാടുകൾ, ഇതൊക്കെ നമുക്ക് റേക്കി വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. തീർച്ചയായും പറ്റും. ചിലർക്ക് പെട്ടെന്ന് മാറും, ചിലർക്ക് കുറച്ച് ടൈം എടുക്കും. ഇത് നമുക്ക് പോസിബിളാണ്. ഇവിടെ നിങ്ങളൊരു ഹീലിംഗ് സെഷനായിട്ട് എടുത്താൽ തീർച്ചയായും മാറും. ഇനി റേക്കി പഠിച്ച ആളുകളാണെങ്കിൽ അവർ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചക്ര എന്ന് പറയുന്നത് സഹസ്രാര ചക്രയാണ്, ക്രൗൺ ചക്ര. ക്രൗൺ ചക്ര നന്നായിട്ട് ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതും ക്രൗൺ ചക്രയാണ്. ക്രൗൺ ചക്ര ഹീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂർണ്ണ സൗന്ദര്യം തന്നതിന് താങ്ക് യു എന്ന് അഫർമേഷൻ പറയാം. എനിക്ക് കിട്ടിയ സൗന്ദര്യത്തിന് താങ്ക് യു, അങ്ങനെ എന്ത് അഫർമേഷൻ നമുക്ക് പോസിറ്റീവായിട്ടത് പറയാം. ഇങ്ങനെ നിരന്തരമായി സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രൗൺ ചക്രയിൽ വെച്ചിട്ട് നമ്മുടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മാറി വരുന്നത് കാണാൻ പറ്റും. ഇനി പിമ്പിൾസ്, അങ്ങനെ പിമ്പിൾസൊക്കെ ആണെങ്കിൽ നമ്മൾ റൂട്ട് ചക്രയാണ് ഹീൽ ചെയ്യേണ്ടത്. കാരണം പിമ്പിൾസൊക്കെ വരുന്നത് ഫാറ്റ് റിലേറ്റഡ് ആണ്, അതൊക്കെ റൂട്ട് ചക്രയാണ്. സോ റൂട്ട് ചക്ര ഹീൽ ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലൊന്ന് കണ്ട് അതൊക്കെ മാഞ്ഞു പോകുന്നതായിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്ത് നന്നായിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് കൊടുക്കാം. അതനുസരിച്ചിട്ട് അതിൽ മാറ്റം വരും. ഇനി ഏത് ഭാഗത്താണോ, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് എല്ലാവരിലും അല്ല, ചിലരിലെങ്കിലും വയറ്റിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, മെജോറിറ്റി ഉണ്ടാവും. സോ ഇതിന് നമ്മൾ ഒരുപാട് ലോഷനും ക്രീമും ഈവൻ ട്രീറ്റ്മെൻറ്റുകൾ അതിന് ആ ഒരു മാർക്ക് മീൻസ് ആ ഒരു സ്ട്രെച്ച് മാർക്ക് മാറാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും ചിലപ്പോൾ മാറില്ല, പക്ഷേ റേക്കി വെച്ചിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റേക്കി വെച്ച് നമുക്ക് ഫിസിക്കലി ഉള്ള ഒരു ബ്യൂട്ടി നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ ഫിസിക്കൽ ബ്യൂട്ടിക്ക് പിന്നിൽ ഒരു സ്പിരിച്വൽ ബ്യൂട്ടി ഉണ്ട്.
ആ സ്പിരിച്വൽ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഫിസിക്കൽ ബ്യൂട്ടി നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരും. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ആഴത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മൾ റേക്കി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള സ്ട്രെസ്സ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രസ്ട്രേഷൻ, ടെൻഷൻ, അതുപോലെ ഡിപ്രഷൻ, അനാവശ്യമായ സങ്കടങ്ങൾ, അസ്വസ്ഥത, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റേക്കി റിലീസ് ചെയ്യും. എല്ലാ ചക്രങ്ങളുടെ ബ്ലോക്കും റിലീസ് ചെയ്യും. നമ്മളിലേക്ക് വേണ്ടുന്ന എല്ലാ പോസിറ്റീവായ കാര്യങ്ങളിലുള്ള ആ ഒരു ഫ്ലോ നമ്മളിലേക്ക് ഇൻക്രീസ് ആയിട്ട് വരും. അത് ഫൈനാൻഷ്യൽ കാര്യങ്ങളാവാം, നല്ല റിലേഷൻഷിപ്പ് ആവാം, നല്ല ജോലിയാവാം, സൊസൈറ്റിയിൽ നമുക്കൊരു സ്റ്റാറ്റസ് ആവാം. ഇങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നത് ഇതൊക്കെ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. നമ്മൾ ടെൻഷൻ ഫ്രീ ആവും. ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴും നമ്മളിലൊരു ധൈര്യം ഉണ്ടാവും. ഫിയർ എന്ന് പറയുന്ന കാര്യം നമ്മളെ വിട്ടു പോവും. നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. എന്ത് കാര്യം വരുമ്പോൾ അതിനെ ഈസി ആയിട്ട്, ഒരു വറി ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരുപാട് സ്ട്രെസ്സും മെൻ്റലി നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് സന്തോഷമോ പുഞ്ചിരിയോ ഉണ്ടാവില്ല. ഇനി അങ്ങനെ നിങ്ങൾ വേറൊരാളെ കാണിക്കാൻ വേണ്ടി ഒന്ന് പോളിഷ് ചെയ്ത് നിൽക്കാം എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ഉള്ളു തുറന്നുള്ള ചിരിക്കും സന്തോഷത്തിൻ്റെ അത്രയും ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല ഒരിക്കലും നമ്മൾ അഭിനയിച്ച് കാണിക്കുന്ന ചിരിക്കും. സോ ഇവിടെ നമ്മൾ നിരന്തരമായ സെൽഫ് ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് ഫ്രീ ആവും, ടെൻഷൻ ഫ്രീ ആവും, നമ്മളൊന്ന് കൂളാവും. ഏത് കാര്യവും നമുക്ക് അനുകൂലമായി വരാൻ തുടങ്ങും. ഇങ്ങനെ അനുകൂല സാഹചര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്നർ ബ്യൂട്ടി ഇൻക്രീസ്ഡ് ആവാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിസിക്കൽ ബ്യൂട്ടിയും ഇൻക്രീസ്ഡ് ആവും. അതായത് നമ്മൾ ടെൻഷൻ ഫ്രീ ആണ്, നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും, നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. സദാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കാണാൻ തന്നെ ഒരു രസമാണ്, ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ടെൻഷനില്ല, നമ്മൾ ഹാപ്പിയില്ല, നമ്മളെല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡായി തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും, മാമിൻ്റെ അടുത്ത് സംസാരിച്ചാൽ തന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആവുന്നു. എന്തുകൊണ്ട്? കാരണം നമ്മുടെ വോയിസിൽ പോലും റേക്കി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഹീലാവുന്നത്, നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു സമാധാനം അനുഭവപ്പെടുന്നത്, നിങ്ങൾ ഹാപ്പി ആവുന്നത്. റേക്കി സെഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും. എല്ലാം കൊണ്ടും ഒരു കംഫർട്ടബിൾ ആയതുപോലെ ഉണ്ടാവും. സോ ഇങ്ങനെ നമ്മുടെ ഇന്നർ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ആരോഗ്യം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവുക എന്ന് പറയുന്നത് നമ്മൾ തടി വയ്ക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു തേജസ് ഉണ്ടാവും എപ്പോഴും. അത് എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും ആ ആളുടെ മുഖത്തൊരു തേജസ് ഉണ്ടാവും. ഒരു 100 പേരോ അല്ലെങ്കിൽ ഒരു 1000 പേരോ ഇരിക്കുന്ന സദസ്സിൽ നമ്മളവിടെ ഒരു എന്താ പറയുക, സ്പെഷ്യലായ ഒരാളായിട്ട് മാറും. ആരൊക്കെയോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവാം. അതിൻ്റെ ഒരു റീസൺ ഇതാണ്, ഇന്നർ ബ്യൂട്ടി. സോ റേക്കി നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളിൽ സൗന്ദര്യം സദാ നിലനിൽക്കും. സോ നിങ്ങളുടെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ, എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.